ആപ്കി അദാലത്തിൽ വിദ്യാബാലന്റെ മേലുള്ള കുറ്റാരോപണം എപ്പോഴും ഷോക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് നൽകുന്നു എന്നുള്ളതാണ്. വിദ്യാബാലൻ, ഞാൻ താങ്കളുടെ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് ജനങ്ങളോട് പറയാൻ പോകുകയാണ്. ഒരുപക്ഷെ അവര് കറണ്ട് ഷോക്ക് അടിച്ചതുപോലെ ഇരിക്കും. താങ്കളെ ഞാൻ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുകയാണ്. പാ എന്നുള്ള സിനിമയിൽ താങ്കൾക്ക് അവാർഡ് ലഭിച്ചിരിക്കുകയാണ്, ബെസ്റ്റ് ആക്ട്രസ്. താങ്ക് യു. സോ അമിതാഭ് ബച്ചന്റെ അമ്മയായിട്ട് അഭിനയിച്ച എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. എന്റെ കുട്ടികളോട് എനിക്ക് അഭിമാനത്തോടെ പറയാം, നിങ്ങളുടെ വലിയ ഏട്ടൻ അമിതാഭ് ബച്ചനാണെന്ന്. ഇങ്ങനെ ഒരു അവസരം എല്ലാവർക്കും കിട്ടുമോന്നറിയില്ല. അതുമാത്രമല്ല, 13 വയസ്സുള്ള അമിതാഭിന്റെ അമ്മ ക്യാരക്ടറാണ് ചെയ്തത്. എന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണിത്. നിറയെ ആക്ട്രസസ് അദ്ദേഹത്തിന്റെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാവരും ഓൾഡർ അമിതാഭ് ബച്ചന്റെ അമ്മയായിട്ടാണ് അഭിനയിച്ചത്. പക്ഷെ എനിക്ക് അഭിഷേകിനെ പോലെ ഒരു മകൻ വേണമെന്ന് പറഞ്ഞതിന് ശേഷമാണ് വിവാദങ്ങൾ തുടങ്ങിയത്. എന്റെ അടുത്ത് വന്ന് ആരോ ഒരാൾ ചോദിച്ചു, അതായത് ഇപ്പൊ ഉള്ള ഹീറോയിൽ നിന്നും എന്റെ മോനായിട്ട് ആരെങ്കിലും സെലക്ട് ചെയ്യേണ്ടി വന്നാ നിങ്ങൾ ആഫ്റ്റർ മിസ്റ്റർ ബച്ചൻ ആരെ സെലക്ട് ചെയ്യും? അതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ട് അഭിഷേക് ബച്ചന്റെ പേര് പറഞ്ഞു. അദ്ദേഹം അമിതാഭ് ബച്ചനെ പോലെയല്ലേ? മോനെ അഭിനയിക്കാൻ വേണ്ടിയാണോ? അങ്ങനെ ആയിരിക്കാം. ഞാൻ അഭിഷേകിന്റെ പേരാണ് പറഞ്ഞത്. ഹീസ് വെരി വെൽ ബ്രോട്ട് അപ്പ് ഗൈ. അതുപോലെ താങ്കൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, പായൽ അഭിനയിക്കുന്ന സമയത്ത് അഭിഷേക് ബച്ചന്റെ കണ്ണിൽ ഒരു മാജിക്. അത് സത്യമാണ്. ആസ് എ കോ ആക്ടർ അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കുമ്പോൾ റിഹേഴ്സൽ ഒന്നും ചെയ്യില്ല കേട്ടോ. വളരെ സ്പോണ്ടേനിയസ് ആണ്. അദ്ദേഹം ടേക്കിൽ എങ്ങനെയാ ചെയ്യുന്നതെന്ന് നമുക്ക് ഗസ് ചെയ്യാൻ പോലും കഴിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പെർഫോമൻസിൽ ഒരു ഹോണസ്റ്റി ഉണ്ടാവും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അദ്ദേഹത്തിന്റെ കണ്ണിൽ മാജിക് ഉണ്ടെന്ന് പറയുന്ന സമയത്ത് ഐശ്വര്യ ഫീൽ ചെയ്യുമെന്ന് താങ്കൾ കരുതിയില്ല? ഇല്ല, ഐശ്വര്യ തന്നെ പറഞ്ഞു കാണും അവിടെയും പോയി മാജിക് കാണിച്ചോ. ഇല്ല, എനിക്ക് നന്നായിട്ടറിയാം. എന്താണെന്ന് വെച്ചാ ഞാൻ ഏത് കോണ്ടാക്ട്സിലാണ് അങ്ങനെ പറഞ്ഞതെന്നറിയില്ല. അപ്പൊ ഇത് ഏത് കോntextലാണ് പറഞ്ഞത്? അതായത് ഷാരൂഖ് ഖാനെ ഇഷ്ടമാണെന്നുള്ള കാര്യം. അതുപോലെ ആവശ്യം വരികയാണെങ്കിൽ ഗൗരി ഖാനെ കൊല്ലാനും തയ്യാറാണെന്ന്. ഷാരൂഖ് സച്ച് എ റൊമാൻറ്റിക് ഹീറോ. മാത്രമല്ല എനിക്ക് അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. പക്ഷേ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതൊരു തമാശയായിട്ടാണ് പറഞ്ഞത്. But maybe I could kill her. ഞാൻ തമാശയ്ക്ക് പറഞ്ഞാണ്. ഇടയ്ക്കിടയ്ക്ക് താങ്കൾ ഇങ്ങനെയുള്ള ഷോക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് നൽകാറുണ്ട്. ഇതിനു മുൻപ് താങ്കൾ പറഞ്ഞു ഏത് ആർട്ടിസ്റ്റ് ആണെങ്കിലും ഞാൻ കിസ് ചെയ്യാൻ തയ്യാറാണെന്ന്. ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. പേപ്പറിൽ വന്നിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ താങ്കളെ കാണിക്കാം. അവരുടെ ഇഷ്ടത്തിന് അവരെന്തൊക്കെ എഴുതുന്നു. അല്ലെങ്കിൽ താങ്കളുടെ സിനിമയുടെ ഒരു സീൻ ഞാൻ വേണേ ഇട്ട് കാണിക്കാം. താങ്കൾ ഏത് ഹീറോയോട് അഭിനയിച്ചാലും ഒരു കിസ് സീൻ തീർച്ചയായിട്ടും കാണും. ഇല്ല, ഒരിക്കലും ഇല്ല. ഞാനാണെങ്കിൽ 2 പ്രാവശ്യം. നിൽക്കൂ, ഞാൻ തന്നെ പറയാം. പരിണിതാവിൽ സഞ്ജയ് ദത്ത്? ഇല്ല, ഒരിക്കലും ഇല്ല. ഹേ ബേബിയിൽ അക്ഷയ് കുമാറിനെ? ഇല്ല. ഗുരുവിൽ മാധവൻ? അതെ, ഗുരുവിൽ മാധവൻ. ഏക് ലംബയിൽ സൈഫ് അലി? ഇല്ല. പിന്നെ അർഷദ് വാസി? ഞാൻ സമ്മതിക്കുന്നു, മാധവിന്റെ ഹർഷദിന്റെ കൂടെ ഈ സീൻ നടന്നിട്ടുണ്ട്. പക്ഷേ അതായത് ഇവിടെ ഇരിക്കുന്നവരൊക്കെ എന്താ കരുതുന്നെന്ന് വെച്ചാ തീർച്ചയായിട്ടും എന്താ സംഭവിച്ചു. നിങ്ങളിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണോ? മേഡം, ഇഷ്കിയ സിനിമയിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഡയലോഗ് ഒന്ന് പറയോ ഞങ്ങൾക്ക് വേണ്ടി? അതും നിങ്ങളുടെ ഫേവറേറ്റ് ഡയലോഗ്. ഇഷ്കയില് വളരെ ഫണ്ണി ആയിട്ടുള്ള ഡയലോഗ് ഉണ്ട്. മോശപ്പെട്ട വാക്കുകൾ വേണ്ട. ഇല്ല, അത് പറയില്ല. എന്റെ അടുത്ത് വന്ന് ഹർഷദ് കൈ മുറുക്കി പിടിച്ചിട്ട് ചോദിക്കും ബാഗ് എവിടെയെന്ന്. അപ്പോൾ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ കണ്ണി നോക്കി വേണം മറുപടി പറയാനായിട്ട്. അതെത്ര ഫണ്ണി ആയിരുന്നെന്ന് വെച്ചാൽ ആ ഷോട്ട് എടുക്കാൻ വേണ്ടി ഏകദേശം 25 ടേക്ക് എടുക്കേണ്ടി വന്നു. ആ വരികൾ പറയാം. कि जब तुम मेरे कमरे की खिड़की पर टंगे हुए थे वो तुम्हारे कमरे की सफाई कर रहा था. ഐ ഡോണ്ട് നോ, എനിക്ക് ആ വരികൾ അത്രത്തോളം തമാശയായിട്ടാ തോന്നിയത്. ഓരോ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് ചിരിക്കാൻ തുടങ്ങും. മാഡം, നിങ്ങൾക്കുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ, മുന്നാബായിൽ നിങ്ങൾ ആ സിനിമയിൽ മുംബൈ എന്നൊരു ഡയലോഗ് ഉണ്ടാകും. അത് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പറയുമോ മാഡം? ഗുഡ് മോർണിംഗ് മാം.
ഗുഡ് മോർണിംഗ് ആണോ? മാഡം ഒരു തവണ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പറയൂ മാഡം. गुड मॉर्निंग मुंबई. താങ്ക് യു. പക്ഷേ താങ്കളുടെ ഷോക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സിന്റെ പട്ടിക വളരെ ദൈർഘ്യമുള്ളതാണ്. കാരണം താങ്കൾ നസറുദ്ദീൻ ഷായെക്കുറിച്ച് സംസാരിച്ചിരുന്നു. എവരി വുമൺസ് ഡ്രീം, ഓരോ പെണ്ണിന്റെ സ്വപ്നവും നസറുദ്ദീൻ ഷായാണ്. റിയലി? ഞാൻ പറഞ്ഞിട്ടേ ഇല്ലെന്നതുപോലെ ഷോക്കാവുന്നു. ഇല്ല, ഞാൻ സത്യമാണ് പറഞ്ഞത്. ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതായിട്ട് എനിക്ക് ശരിക്കും ഓർമ്മയില്ല. അതുപോലെ താങ്കൾ ഗുൽസാറിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. വലിയ ഏജ് ഡിഫറന്റ് ഇല്ലായിരുന്നു, ഞാൻ തന്നെ കല്യാണം കഴിച്ചേനെന്ന്. അത് ഞാൻ പറഞ്ഞ കാര്യമാണ്. അതായത് ഞാൻ അദ്ദേഹത്തിന് വളരെയധികം ബഹുമാനം കൊടുക്കുന്നുണ്ട്. അദ്ദേഹം ഏത് രീതിയിൽ എഴുതുമെന്ന് വെച്ചാ ഞാൻ വിചാരിക്കുന്നു അദ്ദേഹത്തിന്റെ കാലത്ത് ഞാൻ ജനിച്ചിരുന്നെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ കല്യാണം കഴിക്കായിരുന്നു. താങ്കൾ ഇതുപോലെയുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ, അതായത് ഗൗരി ഖാനെ കുറിച്ച്, അതുപോലെ ഗുൽസാർ സാറിനെ കുറിച്ച്, പിന്നെ രണ്ടുപേരുടെ പേര് ഞാനിപ്പോ പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അവർക്ക് അവരുടെ ഫാമിലി ലൈഫ് എഫക്റ്റ് ആകില്ലേ? ഇല്ലില്ല. സഞ്ജയ് ദത്തിനൊപ്പം പരിണിത ചെയ്തു. അതിനുശേഷം ഒരു ന്യൂസ് പേപ്പറിൽ നിങ്ങൾ തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്നുള്ള രീതിയിൽ വാർത്തകൾ വന്നു. വന്നിരുന്നോ ഇല്ലയോ? വന്നിട്ടുണ്ട്. വല്ല അഫെയറും? ഇല്ല, ഒരിക്കലും ഇല്ല. അങ്ങനെയൊന്നും നടന്നിട്ടില്ല. ഞാൻ സഞ്ജയ് ദത്തിനോട് പരിണിത സെറ്റിൽ വെച്ച് ഒരു 2-3 പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം എൻ്റെ സീനിയർ അല്ലേ. അദ്ദേഹത്തിനോട് സംസാരിക്കാൻ തന്നെ എനിക്കൊരു പേടിയായിരുന്നു. സോ സംസാരിക്കാൻ തന്നെ പേടിയാവുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ? കിസ്മത്ത് കണക്ഷൻ സിനിമ മുഖേന അങ്ങനെ ഒരു കണക്ഷൻ എന്റെ ജീവിതത്തിൽ വന്നിട്ടേയില്ല. സത്യമാണെന്ന് എല്ലാവർക്കും അറിയാം. അതെ. പക്ഷേ താങ്കൾ കാരണം മറ്റൊരാളുടെ വിധി മുറിഞ്ഞൊന്നും കേട്ടു? ഇല്ല, ഒരിക്കലും ഇല്ല. എല്ലാ ഫിലിം മാഗസീനിലും എല്ലാ ന്യൂസ് പേപ്പറിലും ഈ ന്യൂസ് വന്നിരുന്നു. കരീന കപൂർക്കും ഷാഹിൽ കപൂറിനും നടുക്കുള്ള പ്രശ്നത്തിൽ പ്രധാനപ്പെട്ട കാരണം വിദ്യാബാലനാണെന്നുള്ളത്. ഓ ഗോഡ്. ഒരു കാര്യം എന്താണെന്ന് വെച്ചാ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടേയില്ല. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാ മൂന്നാമതൊരാൾ കാരണം രണ്ടുപേർക്കിടയിലുള്ള കണക്ഷൻ കട്ടാവില്ല. അവർക്കുള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ then there is a place for third person. തേർഡ് പേഴ്സൺ കാരണം ഒരിക്കലും ഒരു നല്ല റിലേഷൻ കട്ടായി പോകില്ല. സോ ഇത് ഞാൻ സമ്മതിക്കില്ല. സോ ഇതിലൊരു സത്യമില്ലെന്ന് തന്നെ പറയാം. പിന്നെ മറ്റൊരു ന്യൂസ് പേപ്പറിൽ വന്നത് താങ്കൾ വെജിറ്റേറിയനായിട്ട് മാറാൻ പ്രധാനപ്പെട്ട ഇല്ലില്ല, കാരണം ഞാൻ ഷാഹിദ് കപൂറാണ്. ജനിച്ചതേ വെജിറ്റേറിയനായിട്ടാ. ഞാനൊരു തമിഴ് ബ്രാഹ്മണാണ്. ഞാൻ വളരെ കാലം മുട്ട പോലും കഴിക്കില്ലായിരുന്നു. സോ ഷാഹിദ് പറഞ്ഞതിന് ശേഷം നോ, നോട്ട് അറ്റ് ഓൾ, പോർ തിങ്. ഇതുപോലത്തെ ന്യൂസ് ഒക്കെ വരുന്ന സമയത്ത് താങ്കൾക്ക് അത് സഹിക്കണം, ഇത് നമ്മുടെ പ്രൊഫഷനിൽ ഉള്ളതാണെന്ന് കരുതാറുണ്ടോ? സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. എല്ലാരും എന്നെപ്പറ്റി എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഒന്നും ചെയ്യാത്തപ്പോഴും എന്നെപ്പറ്റി ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ ഓർത്ത് ആദ്യം വിഷമിച്ചു. പക്ഷേ ഇപ്പൊ ഇതെനിക്ക് ഒരു ശീലമായിപ്പോയി. ഓഡിയൻസിന് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിക്കാം. മാഡം, നിങ്ങൾ ബുൽബുലയിലും പരിണിത എന്ന സിനിമയിലും നല്ലൊരു ക്യാരക്ടറാണ് അഭിനയിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ക്യാരക്ടർ ബോറടിച്ചിരുന്നു. ഒരുപക്ഷെ ആ ക്യാരക്ടർ ബോറടിച്ചാൽ നിങ്ങൾ വേറെ എന്ത് ക്യാരക്ടറാണ് ചെയ്യാൻ പോകുന്നത്? അങ്ങനെ ബോറൊന്നും അടിക്കാറില്ല. എന്താണെന്ന് വെച്ചാ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ ഒരു നോർമൽ ക്യാരക്ടർ ചെയ്ത കാര്യം. ആൻഡ് അതിലും ഡിഫറൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതായത് മുജിലക്കയിൽ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു. മാത്രമല്ല പായിലും ഡിഫറൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു ചെയ്തത്. ഇഷ്കിയ മൂവിലും നല്ലൊരു ക്യാരക്ടറായിരുന്നു കിട്ടിയത്. അതുകൊണ്ട് എനിക്ക് ബോറേ ഇല്ലായിരുന്നു. ജീവിതത്തിൽ 2 വിഷയങ്ങളുണ്ടല്ലോ, നല്ലതെന്നും ചീത്തയെന്നും. അതിൽ തന്നെ നിറയെ കാര്യങ്ങളുണ്ട്. സോ വളരെയധികം വെറൈറ്റി ക്യാരക്ടർ കിട്ടുന്നത് എനിക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. താങ്കളുടെ ആ മുജലിക്ക ക്യാരക്ടർ ഒരു പ്രേതത്തിന്റെ ക്യാരക്ടറാണ്. ഇപ്പോഴും മുതിർന്നവര് കുട്ടികളോട് പറയുന്നത് ഉറങ്ങിയില്ലെങ്കിൽ നിന്നെ വന്ന് മുജലിക്ക പിടിച്ചോണ്ട് പോകുന്നു. കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടി ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. അത് ഞാനാണെങ്കിൽ ജനങ്ങൾ എനിക്ക് ഇതുപോലൊരു സ്വീകരണം നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. അതിനുശേഷം കുട്ടികളാണെങ്കിൽ എൻ്റെ കൂടെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്ന് ഈ മുഞ്ചിലിക്കയിലെ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് പാട്ടിട്ട് ഞാൻ കളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പാട്ടിട്ട് കൊടുത്ത് ഡാൻസ് കളിക്കുമ്പോൾ അതിനിടയ്ക്ക് അവൻ തന്നെ പേടിച്ചു. ആ പടത്തിലെ ഏത് സീനാണ് അവന് ഓർമ്മ എന്നറിയില്ല. സോ ഇതുപോലെ നിറയെ
വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിയാക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ എവിടെ പോയാലും ജനങ്ങൾ എന്നെ മൂഞ്ചിലിക്ക എന്നുള്ള പേര് വെച്ചാണ് വിളിക്കാറുള്ളത്. അത് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ്.